കഷ്ടപ്പെട്ടും അധ്വാനിച്ച് നേടിയ MBBS ബിരുദവും ഡോക്ടർ ജോലിയും ഉപേക്ഷിച്ച് അനിശ്ചിതത്വമേറെയുള്ള സിനിമാ ലോകത്ത് കരിയർ പടുത്തുയർത്താനായി ഇറങ്ങിത്തിരിച്ച ഏതാനും അഭിനേതാക്കളാണ് ഇന്നത്തെ വീഡിയോയിൽ. സായ് പല്ലവി. ജനനം കൊണ്ട് തമിഴ്നാട് സ്വദേശിയാണെങ്കിലും സായ് പല്ലവി മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ കുട്ടിയാണ്. ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ ശ്രദ്ധ നേടിയ സായ് പല്ലവിയുടെ സിനിമാ അരങ്ങേറ്റം അൽഫോൺസ് പുത്രന്റെ പ്രേമം എന്ന ചിത്രത്തിലൂടെയായിരുന്നു. ഇന്ന് തെന്നിന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നടികളിൽ ഒരാളാണ് സായ് പല്ലവി. അഭിനയ രംഗത്ത് സജീവമായ കാലത്ത് തന്നെയാണ് സായ് പല്ലവി തന്റെ മെഡിസിൻ പഠനം പൂർത്തിയാക്കിയത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള ജോർജിയയിലെ ഡിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് 2016 സായ് പല്ലവി മെഡിക്കൽ ബിരുദം നേടിയത്. എന്നാൽ ഇതുവരെ താരം ഇന്ത്യയിൽ മെഡിക്കൽ പ്രാക്ടീഷണറായി രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഐശ്വര്യ ലക്ഷ്മി. ഐശ്വര്യ ലക്ഷ്മിയും മെഡിസിൻ പഠനം കഴിഞ്ഞാണ് സിനിമയിലേക്ക് വരുന്നത്. എറണാകുളത്തെ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ നിന്നും MBBS ബിരുദം നേടിയ ഐശ്വര്യ ബിരുദ പഠനകാലത്ത് തന്നെ മോഡലിംഗ് തുടങ്ങിയിരുന്നു. ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യ സിനിമയിലേക്ക് അവസരം ലഭിച്ചത്. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റ ചിത്രം. മോഡലിംഗിൽ നിന്നും സിനിമയിലേക്ക് എത്തിയ ഐശ്വര്യ ഇതിനകം തന്നെ നിരവധി വിജയ ചിത്രങ്ങളിലെ നായികയായി തിളങ്ങിയിട്ടുണ്ട്. മായാനദി, വരത്തൻ, വിജയ് സൂപ്പറും പൗർണമിയും, അർജന്റീന ഫാൻസ്, കാട്ടൂർക്കടവ്, ബ്രദേഴ്സ് ഡേ, കാണക്കാണെ, അർച്ചന 31 നോട്ട് ഔട്ട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഏറെ ജനപ്രീതി നേടാനും ഐശ്വര്യയ്ക്ക് കഴിഞ്ഞു. ആക്ഷൻ, ജഗമേ തന്തിരം, ഗാർഗി, ക്യാപ്റ്റൻ, മണിരത്നം സംവിധാനം ചെയ്ത ബ്രഹ്മാണ്ഡ ചിത്രം പൊന്നിയിൻ സെൽവനിലും ഐശ്വര്യ തിളങ്ങി. റോണി ഡേവിഡ്. റോണി ഡേവിഡാണ് മലയാള സിനിമയിലെ മറ്റൊരു ഡോക്ടർ. സേലം വിനായക കോളേജിൽ നിന്നുമാണ് റോണി MBBS പൂർത്തിയാക്കിയത്. MBBS കഴിഞ്ഞ് കുറച്ചുകാലം ചെന്നൈയിലും സൗദി അറേബ്യയിലും റോണി ജോലി ചെയ്തിട്ടുണ്ട്. കിംസ് ആശുപത്രിയിൽ ഫിസിഷ്യനായി പ്രാക്ടീസ് ചെയ്തിരുന്നു. പഠിക്കുന്ന കാലത്ത് തന്നെ കലാപ്രവർത്തനങ്ങളിൽ തൽപരനായ റോണി പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് G ശങ്കരപ്പിള്ളയുടെ ഉമ്മാക്കി എന്ന നാടകത്തിൽ ഉമ്മാക്കി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച് കേരള സർവകലാശാലയിലെ 2ാമത്തെ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. കമൽ സംവിധാനം ചെയ്ത പച്ചക്കുതിര എന്ന ചിത്രത്തിലൂടെയായിരുന്നു റോണി ഡേവിഡിന്റെ സിനിമ അരങ്ങേറ്റം. ചോക്ലേറ്റ്, കുരുക്ഷേത്ര, ഡാഡി കൂൾ, ആഗതൻ, ചട്ടമ്പിനാട്, ട്രാഫിക്, ആനന്ദം, ഗ്രേറ്റ് ഫാദർ, ഉണ്ട, റോയ്, നിഴൽ, ചതുർമുഖം, ഫോറൻസിക്, കള്ളൻ ഡിസൂസ, കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്, സത്യം മാത്രമേ ബോധിപ്പിക്കൂ, വാശി, നല്ല നിലാവുള്ള രാത്രി, 2018 തുടങ്ങിയ നിരവധി ചിത്രങ്ങളിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടാൻ റോണിക്ക് സാധിച്ചു. അജ്മൽ അമീർ. നടൻ അജ്മൽ അമീറും മെഡിക്കൽ രംഗത്തു നിന്നുമാണ് സിനിമയിലേക്ക് എത്തിയത്. ഉക്രൈനിൽ നിന്നുമാണ് അജ്മൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയത്. പ്രണയകാലം എന്ന മലയാള ചിത്രത്തിലൂടെയായിരുന്നു അജ്മൽ അമീറിന്റെ സിനിമ അരങ്ങേറ്റം. അഞ്ചാതെ, മാടമ്പി, കോ, ലോഹം, 2 കൺട്രീസ്, ബെൻ, നെട്രിഗൻ, 10ാം വളവ്, ഗോൾഡ് തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ ശ്രദ്ധേയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഡോക്ടർ ഷാജു. ഡോക്ടർ ഷാജുവാണ് ഈ ലിസ്റ്റിലെ മറ്റൊരു ഡോക്ടർ. സീരിയൽ താരമായ ഡോക്ടർ ഷാജു നിരവധി സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട്. ഡെന്റിസ്റ്റായ ഷാജു സേലത്ത് നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. ഡോക്ടർ ഷാജു പഠനകാലത്ത് തന്നെ നാടകങ്ങളിൽ സജീവമായിരുന്നു. വൈദ്യശാസ്ത്ര പഠനം കഴിഞ്ഞ് കുറച്ചുകാലം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഷാജു അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. K. സജി സംവിധാനം ചെയ്ത ഇണക്കം പിണക്കം എന്ന സീരിയലിലൂടെയായിരുന്നു ഡോക്ടർ ഷാജുവിന്റെ അരങ്ങേറ്റം. മോഹനം, സ്ത്രീജന്മം, അങ്ങാടിപ്പാട്ട്, ദേവരാഗം, മിന്നാരം, മിന്നുകെട്ട്, പാദസരം എന്നിവയാണ് പ്രധാന സീരിയലുകൾ. ഭാസ്കർ ദ റാസ്കൽ, ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, തൃശൂർ പൂരം, ഫുക്രി, പോക്കി സൈമൺ, അയാൾ ശശി, ക്യാപ്റ്റൻ, ലസാഗു ഉസാഗ, അടൂരും തോപ്പിലും അല്ലാത്ത ഒരു ഭാസി തുടങ്ങിയ സിനിമകളിലും ഷാജു വേഷമിട്ടിട്ടുണ്ട്. അരവിന്ദന്റെ ആദ്യ ചലച്ചിത്രമായ ഉത്തരായനത്തിലെ നായകനായിരുന്നു ഡോക്ടർ മോഹൻദാസ്. രവി എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ മോഹൻദാസ് അവതരിപ്പിച്ചത്. തൊഴിലന്വേഷകനായ രവിയുടെ ജീവിതത്തിലെ സംഭവഗതികളാണ് ചിത്രത്തിന്റെ പ്രമേയം. അഴിമതിയും വഞ്ചനയും സ്വജനപക്ഷപാതവും നിറഞ്ഞ നഗരം ഉപേക്ഷിച്ച് രവി സത്യാന്വേഷകനാകുന്ന കഥയാണ് ചിത്രം പറഞ്ഞത്. KG ജോർജിന്റെ ആദ്യ ചിത്രമായ സ്വപ്നാടനത്തിൽ ഡോക്ടർ മോഹൻദാസും റാണി ചന്ദ്രയുമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. മനഃശാസ്ത്രജ്ഞനായ മുഹമ്മദ് സൈക്കോ എഴുതിയ പലായനം എന്ന കഥയെ ആസ്പദമാക്കി KG ജോർജും പമ്മനും ചേർന്ന് തിരക്കഥ നിർവഹിച്ച ചിത്രമായിരുന്നു സ്വപ്നാടനം. കേരളത്തിൽ നിന്നും കാണാതായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ചിത്രം.